വെള്ളച്ചാട്ടം കാണാൻ നിങ്ങൾ എങ്ങും പോകണ്ട. കൊട്ടിയം ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വെള്ളച്ചാട്ടം കാണാം. സിമന്റ് മിക്സ് കലർന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. സൂപ്പർ. നിങ്ങൾ ഈ കണ്ട ഈ വീഡിയോ നടന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, കൊല്ലം കൊട്ടിയത്താണ് നടന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് ഹോളി ക്രോസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. അതിന് ഈ ഒരു സ്ഥലം എത്തുന്നതിന് മുൻപായിട്ട് കിംസും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് കടന്നു പോകേണ്ടതായിട്ട് വരുന്ന ഒരു ഇടത് സൈഡിൽ വരുന്നത് ഈ ഒരു ഹോസ്പിറ്റലാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഈ പറയുന്ന ആംബുലൻസ് ബാക്കി കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് കൂടുതലുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ എത്ര പേര് ഈ ഒരു വഴി ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഈ പറയുന്ന ഇത്തിക്കര കൊട്ടിയം കൊല്ലം പോകുന്ന റൂട്ടാണിതെന്ന് പറയുന്നത്. ഈ ഒരു വരി മാത്രമാണുള്ളത്. പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ മാത്രമാണ് തിരിച്ച് വണ്ടി പോകുന്നതെന്ന് പറയുന്നത്. അതായത് ട്രിവാൻഡ്രം പോകുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ആയൂര് പോകാൻ പറ്റുന്ന 2 റൂട്ടുകളായിട്ട് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന വഴികളെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവിടെ എത്ര നേരം പലപ്പോഴും ഈ പറയുന്ന ട്രാഫിക് ജാം വന്നിട്ട് നമുക്കവിടെ കുരുങ്ങി കിടക്കേണ്ട അവസ്ഥ വരും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഏകദേശം 2 മാസം മുൻപാന്ന് തോന്നുന്നു കുറച്ചധികം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 3/4 മണിക്കൂറോളം വണ്ടികൾ അവിടെ നിരക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥ. ഒരിക്കൽ ഞാൻ പോകുന്ന ടൈമിൽ ഞങ്ങൾ പോകുന്ന വണ്ടിയുടെ തൊട്ട് പിറക്കേട്ട് ഒരു ആംബുലൻസ് വന്നിട്ട് അത്രയും ഹോൺ അടിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് മുൻപിലുള്ള ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ പോലീസ് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ. അത്രയും ഇടുങ്ങിയതായിട്ടാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം കഴിഞ്ഞ മാസം പോലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കോൺക്രീറ്റ് ബ്രിക്സ് എന്തോ വന്ന് മറിഞ്ഞ് വീണിട്ട് അതിലേക്കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ സ്കൂട്ടിയുടെ മുകളിലൂടെ വന്ന് വീണത്. അപ്പോൾ ആ സ്കൂട്ടി മൊത്തത്തിൽ എൻ്റെ ബാക്ക് ഭാഗം മൊത്തത്തിൽ പോയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കാലിൽ വീണിട്ട് അധികം പരിക്കൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൽ എനിക്ക് ഉമ്മേനല്ലൂർ എന്തോ സ്വദേശിയായിട്ടുള്ള തസ്ലീമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വാർത്തയാണ് വന്നിട്ടുള്ളത്. അവരെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ട് മറ്റൊരാൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ആ ബ്രിക്സുകൾ ഇങ്ങനെ അടുക്കി എത്രത്തോളം മുകളിലാണ് വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ അത്രയും ഭയാനകമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്നൊരു കാര്യമാണ്. ഞാൻ അതിലേക്കൂടെ പോകുന്ന സമയത്ത് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഇത് ഇടിഞ്ഞു വല്ലതും വീഴുമെന്ന് തോന്നിയിട്ടുള്ള പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബ്രിക്സിൻ്റെ മണ്ടയിൽ അടുത്തൊരു ബ്രിക്സ് വരുന്ന സമയത്ത് ഇതിനെ കണക്ട് ചെയ്ത് ആകെപ്പാടെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കമ്പി പോലെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കൊടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കോടാലിക്കൊക്കെ നമ്മൾ ആപ്പ് യൂസ് ചെയ്യത്തില്ലേ, നമ്മുടെ തടി വെച്ചിട്ടുള്ള സംഭവം അതുപോലെ അല്ലെങ്കിൽ അതിനോട് ചേരുന്നത് പോലത്തെ ഒരു തടി കഷ്ണം ഈ ഭാഗത്തും അപ്പുറത്തെ ഭാഗത്തും ചേർത്ത് കണക്ട് ചെയ്തിട്ടാണ് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് കുറേ ബ്രിക്സിൻ്റെതായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ കുറേയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ചിലത് അകത്തോട്ട് കയറിയിട്ടാണ്, ചിലത് പുറത്തോട്ട് ഉന്തിയിട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയും എങ്ങനെ നോക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗതാഗത കുരുക്കിൽ പെടുന്ന സമയത്ത് ചില്ലറ സമയമല്ല അവിടെ കിടക്കേണ്ടി വരുന്നത്. ആ സമയത്ത് പറ്റിപ്പോകുന്നൊരു കാര്യമാണ്. അപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയായിട്ടുള്ള മഴ സംഭവിച്ചതുകൊണ്ട് നടന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ കാറിൽ പോകുന്ന ആൾക്കാരുണ്ട്, ബൈക്കിൽ പോകുന്ന ആൾക്കാരുണ്ട്, ഈ പറയുന്ന അല്ലാത്ത വണ്ടികളിൽ പോകുന്ന ആൾക്കാരുണ്ട്, ബസ്സുകളിൽ പോകുന്ന ആൾക്കാരുണ്ട്. അത്രയും ഉയരത്തിലാണ് ആ ഒരു 2ാമത്തെ വരി വരുന്നതെന്ന് പറയുന്നത്, പാത വരുന്നത്. അപ്പം ഏറ്റവും മുകളിൽ നിന്ന് കുത്തനെ സിമന്റ് വെള്ളമായിട്ട് ചേർന്ന് ഈ ഒരു കാര്യം വരുന്ന സമയത്ത് ഇത്രയും വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വരുന്ന സമയത്ത് അതിലേക്കൂടെ ഒന്നാമത്തെ കാര്യം അവിടെ ഈ പറയുന്ന ട്രാഫിക് ജാം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നു, എൻ്റെ വണ്ടിയുടെ ഈ പറയുന്ന ഗ്ലാസ്സിൽ മൊത്തം വെള്ളം വന്ന് വീണിട്ട് ഞാനത് ശ്രദ്ധിക്കാതെ ഈ പറയുന്ന കണക്ക് നോക്കിയ സമയത്ത് ഗ്ലാസ് മൊത്തം പോറിപ്പോയ കാര്യം, അല്ലെങ്കിൽ വണ്ടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോണറ്റിൽ അത് വീണ് പറ്റിപ്പിടിച്ച് വീട്ടിലെത്തിയ സമയത്ത് അത് ഉണങ്ങി പിടിച്ച് കാറ് നശിച്ചു എന്ന് തന്നെ പറയാം. ആ അവസ്ഥയിലേക്ക് പോയിട്ടുള്ള അവസ്ഥ, മറ്റു പലവരുടെയും ദേഹത്ത് വീണിട്ടുള്ള അവസ്ഥ, അങ്ങനെ കുറേ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യായീകരണ തൊഴിലാളികൾ എപ്പോഴും വരാറുണ്ട്. നമുക്ക് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉപരി എന്ത് കാര്യത്തിന് നോക്കിയാലും ഈ പറഞ്ഞ രാഷ്ട്രീയം മാത്രം കുത്തിക്കയറ്റുന്ന കുറേയധികം എന്താ പറയുന്നത് ബുദ്ധിയില്ലാത്ത കുറേ ആൾക്കാരെന്ന് തന്നെ ഞാൻ പറയാം, അല്ലെ കഴുതകളെന്ന് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കുറേയധികം ഇതുമായിട്ട് വരുന്നുണ്ട്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്, അത് അവരോട് പറയൂ. പിന്നെ ചില ആൾക്കാർ ഓപ്പോസിറ്റായിട്ട് ഇത് ഈ പറയുന്ന സ്റ്റേറ്റിൽ നടക്കുന്നത് അവർ നോക്കണം. പിന്നെ കുറേ ആൾക്കാർ കൺസ്ട്രക്ഷൻ ഇപ്പം നടക്കുന്നതേ ഉള്ളൂ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ നടക്കുകയോ നടക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഇവിടെ ഈ പറയുന്ന നികുതി കൊടുത്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ടാക്സ് അടച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ്. കഴിഞ്ഞ ദിവസം അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി ചോദിച്ചത് എന്താണ്, ഈ പറയുന്ന കുണ്ടും കുഴിയിലും വീണിട്ട് ഇത്രയും ട്രാഫിക് ജാമിലും പെട്ട ആൾക്കാർ പിന്നെ എങ്ങനെയാണ് ടോൾ പിരിവും ബാക്കി കാര്യങ്ങൾ നടക്കുന്നതെന്ന് സുപ്രീം കോടതി ആരായുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള മറുപടി പോയി പറയാൻ പറ്റും. അപ്പം സാധാരണ ജനങ്ങൾ ടാക്സ് കൊടുത്ത് ഇത്രയുള്ള കാര്യങ്ങൾ
ചെയ്യുന്നെങ്കിൽ അവർക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ റോഡ് വികസനം എന്നുള്ള പേരിലായാലും എന്ത് നടക്കുന്ന അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പറയുന്ന ഹൈവേയുടെ നീളം കൂട്ടുക, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ആ സൗകര്യം വർദ്ധിപ്പിക്കുന്ന രീതി, വണ്ടികൾക്ക് പോകാനുള്ള ഉചിതമായിട്ടുള്ള ഈ പറയുന്ന 6 വരി പാതയായിട്ട് വികസനം, ഇതൊക്കെ ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഡെവലപ്മെന്റുകളാണ്, അതൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അത് ഇത്രയും കോടിക്കണക്കിന് ഫണ്ട് പിരിച്ചുകൊണ്ട് നടക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത്, അത് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് കൃത്യമായിട്ട് നോക്കേണ്ട കാര്യമുണ്ട്. എത്രയോ ഈ ഒരു വരി മാത്രമാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഈ ഒരു വരി മാത്രമാകുമ്പം പലപ്പോഴും ട്രാഫിക് ജാം ഉണ്ടാകുന്ന സമയത്ത് ഇതിലൂടെ മാത്രമേ ഈ പറയുന്ന ആംബുലൻസുകൾക്ക് സർവീസ് നടത്താൻ പറ്റുള്ളൂ. അപ്പം അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോകുന്ന ആംബുലൻസുകൾ ഇവിടെ പെടുമ്പം ഇതിന് മുൻപേ മനസ്സിലാക്കി വെക്കണം, അങ്ങനെയുള്ളൊരു സൗകര്യത്തിന് വേണ്ടി മറ്റൊരു വഴി അല്ലെങ്കിൽ മറ്റൊരു പാത കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള ആശയവിനിമയം കൃത്യമായിട്ട് അവിടെ നടത്താൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ അവിടെ നിയമിക്കേണ്ടതുണ്ട്. അപ്പം ഇതൊന്നും പല സ്ഥലങ്ങളിലും, ഇതിപ്പോൾ കൊട്ടിയത്തിൻ്റെ കാര്യമല്ല, പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യമല്ല. ഞാനിതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഏകദേശം 92,000 കോടി രൂപ എന്തോ ആണ് ഇതിൻ്റെ ചിലവ് പോലെ അതിനകത്ത് കാണാൻ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, അതിനകത്ത് എനിക്കൊന്ന് 25% കേരളത്തിൻ്റെ വിഹിതമായിട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കി 75% എന്ന് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനതിൽ നോക്കിയപ്പം വീണ്ടും 7% എന്തോ GSTയുടെ കാര്യത്തിൽ, SGSTയുടെ കാര്യത്തിലും ബാക്കി കുറച്ച് കാര്യത്തിലും വേണ്ടിയിട്ട് ഈ പറഞ്ഞ കേരളം തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞപ്പം കുറച്ചും കൂടി കാര്യങ്ങൾ കേരളം നോക്കുന്നുണ്ട്. കേരളം ഈ പറയുന്ന കേന്ദ്രവും കൂടി ചേർന്ന് തന്നെയാണ് പല പദ്ധതികളും. അതിൽ ഈ പറയുന്ന വിഹിതം കൂടുതൽ സെൻട്രൽ ഗവൺമെൻറ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ ഓരോ പ്രദേശങ്ങളും ഇപ്പം തിരുവനന്തപുരം തൊട്ട് ഈ പറയുന്ന കാസർഗോഡ് വരെയുള്ള സ്ഥലം ഏറ്റെടുക്കൽ, പിന്നെ ഈ നിർമ്മാണം, ഈ ഒരു ചെലവ് വരുന്ന സമയത്ത് കണക്കാക്കിയിരിക്കുന്നത് ഞാൻ അന്വേഷിച്ച സമയത്ത് അല്ലെങ്കിൽ നോക്കുന്ന സമയത്ത് അതിനകത്ത് കാണാൻ പറ്റിയിട്ടുള്ളത് 1 കിലോമീറ്റർ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി കണക്കാക്കിയിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് 15 to 25 കോടിയാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലെയും ഈ പറയുന്ന സ്ഥലത്തിന്റെ വില, ഭൂമി ഏറ്റെടുക്കൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ബഡ്ജറ്റ് വേരി ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് കിടക്കുന്നത്. അപ്പം ഞാൻ കൊല്ലം ജില്ലയുടെ അടുത്ത് നോക്കിയ സമയത്ത് അതിനകത്ത് എനിക്ക് കാണാൻ പറ്റി, എത്രത്തോളം സത്യാവസ്ഥയെന്ന് അറിയത്തില്ല, പക്ഷെ അതിനകത്ത് ഞാൻ PDF അടക്കം എടുത്ത് നോക്കിയ കാര്യമാണ്. അപ്പം അതിനകത്ത് കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ ഭൂമിക്ക് ഭയങ്കരമായിട്ടുള്ള പൈസയാണ് വാങ്ങിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിർമ്മാണ ചെലവ് 1 കിലോമീറ്ററിന് 45 കോടി എന്തോ ആണ് കാണിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ എന്ന് പറയുന്നത് 45 to 55 പറയുന്ന കോടി വരെ കൊടുക്കുന്ന ആ ഒരു ലെവലിലേക്കാണ് അത് കാണിക്കുന്നത്. അതായത് ഏകദേശം 95 കോടി രൂപയാണ് 1 കിലോമീറ്റർ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന തുക എന്ന് പറയുന്നത്. അപ്പം ഇത്രയും രൂപ ചെലവാക്കുന്ന സമയത്ത് അത് എത്രത്തോളം ആണെന്നല്ല ആലോചിച്ച് നോക്കണം. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മൊത്തത്തിലുള്ള ഇന്ത്യയുടെ നിലനിൽപ്പ് എങ്ങനെയാണ്, നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, അതനുസരിച്ച് ഇതിൽ എന്തെങ്കിലും നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എനിക്കൊന്ന് 1.5 മാസം മുൻപ് തകർത്ത വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലെയും ഈ പറയുന്ന വിള്ളൽ കണ്ടിട്ടുള്ളത്, ഇതേപോലെ തന്നെ ഈ ബ്രിക്സ് ഇടിഞ്ഞ് വീണിട്ടുള്ളത്, റോഡ് പിളർന്നിട്ടുള്ളത്, ഒരുപാട് വാർത്തകൾ ഇപ്പം കുറേ ആയിട്ട് എന്തായാലും കാണുന്നില്ല. പക്ഷെ ഈ ഒരു സംഭവം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത്രയും താഴെ ഈ ഒരു ദേശീയപാത അല്ലെങ്കിൽ ഈ ഒരു വരിയും ഇതിനെക്കഴിയും എത്രയോ പൊക്കത്തിൽ, എനിക്ക് തോന്നുന്നു 3 ആൾക്കാരുടെ പൊക്കത്തിൽ എന്തോ ആണ് അടുത്തൊരു വരിയിലേക്ക് ഇത് കെട്ടിവെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത്. അത് അത്രയും പൊക്കത്തിലാവുന്ന സമയത്ത് തന്നെ നല്ല ഭീതി ഉണ്ടാകുന്ന തരത്തിലാണ്, ഒരു ഇടുങ്ങിയ പോലെയാണ് ഇപ്പം വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മഴ സീസൺ അതെല്ലാം നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ ആ സീസൺസ് വരുന്ന സമയത്തായാലും എങ്ങനെയാണ് ഇവിടെ ഉള്ള വെള്ളങ്ങൾ, അതായത് മോൾ വരിയിൽ ഇനി നിർമ്മാണം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ വെള്ളം എങ്ങനെ താഴേക്ക് എത്തിക്കാം എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കേണ്ടത് അവരാണ്. അതിലപ്പുറത്തേക്ക് ഒരു വരി മാത്രമുള്ള ഇപ്പുറത്തെ സ്ഥലത്തൂടെ പോകുന്ന ആൾക്കാരുടെ മുകളിലേക്ക് വെള്ളം തന്നി വീഴുന്ന രീതിക്കുള്ള ചെയ്തിട്ട് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബ്രിക്സിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു ബ്രിക്സിന്റെ മകൾ മറ്റൊരു ബ്രിക്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന അപ്പുറത്തേക്ക് വെറും ഒരു എന്ത് പറയുന്നത്, ഒരു കമ്പി പോലെ ഒരു ഭാഗത്തിന് ജസ്റ്റ് തടി വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇട്ടിരിക്കുന്നതായിട്ട് മാത്രമായിട്ടേ ഞാനത് കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ പോലും ഒരു കോൺക്രീറ്റ് പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, അവിടെ കുറേ മണിക്കൂർ നിന്ന് ഇത് ഇത്രയും രൂക്ഷമായിട്ട് പേടി കാരണം നോക്കിയതിൻ്റെ പേരിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് തന്നെ പല ആൾക്കാരും പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ റോഡ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. മഴ നല്ല രീതിക്ക് ശക്തമായിട്ട് പെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇത്രയും പൊക്കത്തിൽ മണ്ണിട്ട് പൊക്കിയ കാര്യമാണെന്ന് നിങ്ങൾ
ആലോചിച്ച് നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് ഈ മണ്ണിന് ഈർപ്പം വന്നിട്ട് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നനവ് കൂടുന്ന സമയത്ത് ഈ മണ്ണ് തെന്നി മാറാനുള്ള സാധ്യത ഭയങ്കര വലുതാണ്. അങ്ങനെ തെന്നി മാറുന്ന സമയത്ത് ഈ ബ്രിക്സിന് ഇത്രയും ഉറപ്പില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതെല്ലാം കൂടെ പൊളിയുന്ന സമയത്ത് എത്രത്തോളം അപകടകരമായിട്ടുള്ള കാര്യമാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എത്രത്തോളം ഇതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ തോന്നിയിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ വെച്ചിരുന്ന ഒരു ബ്രിക്സ് വന്നിരുന്ന ഒരു അപകടം ഉണ്ടായ വാർത്ത വന്നതുകൊണ്ടും ഈ ഒരു കൺസ്ട്രക്ഷന്റെ രീതി, അല്ലെങ്കിൽ ഇനി അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പുറത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മണ്ടേ കൂടെ വെള്ളം വീഴുന്ന സിറ്റുവേഷൻ, മഴയാണെങ്കിലും ഇനി എന്ത് തന്നെയാണെങ്കിലും അത് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഈ പറയുന്ന ഉത്തരവാദിത്തമാണ്. അത് എന്ത് ചെയ്യണം, ആ വെള്ളം എങ്ങോട്ട് മാറ്റണം, ഏത് രീതിയിലേക്ക് മാറ്റണം എന്നുള്ളത്. അതൊന്നും അറിയാതല്ലല്ലോ ഒരു കൺസ്ട്രക്ഷൻ വർക്ക്. അത് ഇത്രയും വലിയ നാഷണൽ ഹൈവേ നിർമ്മാണത്തിന് വേണ്ടി കരാർ ഏറ്റെടുക്കുന്ന സമയത്ത് ചുമ്മാതെ വന്ന് കരാർ ഏറ്റെടുത്ത് കൊണ്ടുപോകലല്ലോ ചെയ്യുന്നത്. ടെൻഡർ വിളിച്ച് കൃത്യമായിട്ട് ഇത്ര കോടി ഉറപ്പിച്ച് ഇത്രയും പൈസയ്ക്ക് സ്റ്റേറ്റും ഈ സെൻട്രലും കൂടി ചെയ്യുന്ന സമയത്ത് അത്രയും ഉത്തരവാദിത്തം സാധാരണ ജനങ്ങളോട്, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറയുന്ന സമയത്ത് അതിലെന്തോ ഒരു വിലയും കൊടുക്കാത്ത പോലുള്ള ബാക്കി ഈ പറയുന്ന കമ്പനികളുടെയൊക്കെ ഓരോ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും അല്ല, വലിയൊരു ദുരന്തം വന്നതിന് ശേഷം ചുമ്മാതെ നടന്ന് മോങ്ങിട്ട് യാതൊരു കാര്യമില്ല. അതിലപ്പുറത്തേക്ക് ഏതൊരു കൺസ്ട്രക്ഷൻ, അത് ഇതിന്റെ മാത്രമല്ല ഏത് തരത്തിലുള്ള ആയാലും ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഇനി എത്ര തരത്തിലുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഡെവലപ്മെന്റിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈ ജനത ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് തരത്തിലുള്ള ഡെവലപ്മെന്റ് നടത്തിയിട്ടും യാതൊരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ചെയ്യുന്ന സമയത്ത് ആദ്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ കൊട്ടിയത്തിന്റെ കാര്യം മാത്രമല്ല, ഇനി ഏത് തരത്തിലുള്ള ഏത് സ്ഥലത്തുള്ളയാലും ഈ പറയുന്ന ദേശീയപാതയുമായി ബന്ധപ്പെട്ട വികസന പരിപാടികളുമായി ചേർന്ന് നടത്തുന്ന സമയത്ത് ഒരു വരിയിലൂടെ മാത്രം, അല്ലെങ്കിൽ ഒരു വരി പാതയിലൂടെ മാത്രമാണ് പല സ്ഥലങ്ങളിലും അങ്ങോട്ടുള്ള യാത്ര, തിരിച്ചിപ്പുറത്തോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. ബാക്കി സ്ഥലത്തൊക്കെ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വരിയിലും അപ്പുറത്തെ വരിയിലും സ്വാഭാവികമായിട്ടും ആംബുലൻസ് അങ്ങോട്ട് പോകാനും തിരിച്ചു പോകാനുള്ള ചാൻസ് 90% കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയിൽ ഈ ട്രാഫിക് ജാം വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരിക്കലും ഈ പറയുന്ന ആംബുലൻസിന് പോകാൻ പറ്റില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഒരു സൗകര്യം അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തില്ലെങ്കിൽ ഒരുപാട് ഈ പറയുന്ന അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന, പറയേണ്ടി വരുന്ന സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. നാളെ ഞങ്ങൾ ആ വഴിക്ക് പോകേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ കൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നതായിരിക്കും. കാരണം അതെങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇഷ്യൂ കണ്ട സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കണ്ട സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ കടന്നു പോകുന്ന സ്ഥലമാണ്, നമ്മുടെ നാടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ഇത് ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. അത് സ്റ്റേറ്റിനെ ആയാലും സെൻട്രലിനെ ആയാലും ഒന്നിനെയും, കാരണം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനോട് 100% യോജിപ്പ് മാത്രമുള്ള ഒരു വ്യക്തിയാണ്. കാരണം നാടിന് പുരോഗതി ആവശ്യമുള്ള കാര്യമാണ്. അപ്പം ഇത്രയും രൂപ, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇത്രയും ബഡ്ജറ്റ് മുടക്കി ചെയ്യുന്ന വികസനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ബഡ്ജറ്റ് വീണ്ടും അറേഞ്ച് ചെയ്ത് വീണ്ടും ഒന്നേ എന്ന് പറയുന്ന തുടങ്ങുന്ന സമയത്ത് അതിൽ ഒരുപാട് പാളിച്ചകൾ വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നഷ്ടക്കണക്കുകൾ വരാനുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാം. എങ്ങനെയാണ് പെൻഷൻ പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ KSRTC ശമ്പളം കൊടുക്കുന്നത്, ഇതെല്ലാം നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനൊരു വർക്ക് തുടങ്ങുന്നതിന് മുൻപ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, വേണ്ടാത്തതെന്ന് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് ഓരോ ജില്ലയും കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് കളക്ടർമാരുള്ള സമയത്ത് അവരും അല്ലെങ്കിൽ അവരുടെ താഴെയുള്ള റവന്യൂ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ, മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം പോലും തുടങ്ങുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ എന്തുകൊണ്ട് മുഖവുരയ്ക്ക് എടുത്തില്ല അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അറിയാത്തൊരു കാര്യമാണ്. നിങ്ങൾ തന്നെ ചുമ്മാ പറയുന്ന കാര്യമല്ല, വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ് ആ റൂട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് കൊട്ടിയത്തിൻ്റെ മാത്രം പ്രശ്നമായിരിക്കത്തില്ല, പല സ്ഥലങ്ങളിലും ഈ പറയുന്ന കാസർഗോഡ് വരെയുള്ള പല സ്ഥലങ്ങളിലും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. അപ്പം ഉത്തരവാദപ്പെട്ട ആൾക്കാർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ആംബുലൻസ് കേസുകൾ, അതാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. കാരണം നമ്മൾ ഈ വണ്ടിക്കകത്ത് ഇങ്ങനെ നമ്മൾ ട്രാഫിക് ജാമിൽ പെട്ട് 45-50 മിനിറ്റ് നിൽക്കുന്നതെന്ന് പറയുന്നത് തന്നെ ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾ നമ്മുടെ കൂടെ കാണും. അത് അത്രയും എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ബാക്കിൽ ഇത്രയും പ്രശ്നത്തിൽ വന്ന് നിൽക്കുന്ന ആംബുലൻസുകളുടെ ഈ ഒരു ഹോൺ, അല്ലെങ്കിൽ ഈ ഒരു അലർച്ച, അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ജീവൻ പിടയുന്ന സമയത്ത് അതിന് പോകാൻ പറ്റാതെ കെട്ടി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരെ നെഞ്ചിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കമന്റ് ഇടുന്ന ആൾക്കാർ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള ന്യായീകരണങ്ങൾ മാത്രം, പൊട്ട ന്യായീകരണങ്ങൾ മാത്രം പറയാതിരിക്കുക.